പുതുമകളൊന്നും തന്നെ ഇല്ലാത്തൊരു പുലരി. ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാമെന്ന്. ഒറ്റയ്ക്കാണ് കേട്ടോ പോണേ, ആരുമില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. അപൂർവമായിട്ടൊക്കെ ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. ബസ്സിനാണ് പോണേ. പള്ളിക്ക് വരെ ചേട്ടൻ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ്സിൽ പാട്ടൊക്കെ കേട്ട് ചടയമംഗലം വരെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ബസ് യാത്ര എപ്പോഴും മനോഹരമാണല്ലേ. അപ്പം നമ്മുടെ ചടയമംഗലത്ത് സ്റ്റാൻഡിലെത്തി. നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ വരുന്നു. ഇതിൽ കയറി നമുക്ക് തമ്പാനൂർ ഇറങ്ങണം. നമുക്കെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എങ്കിലും അമ്പലത്തിലെത്തി. ഇതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല അടിപൊളി തിരക്ക്. അടിപൊളി തിരക്കും വെയിലും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഉത്സവമല്ലേ. ഉത്സവം പൊങ്കാല ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പം ഞാൻ ആ പടം, ദേവിയുടെ പടം കാണിച്ചു തരാനായിട്ട് തിരിഞ്ഞു പോയി. എന്തായാലും നല്ലതായിട്ട് കണ്ട് തൊഴുതു. 3-3.5 മണിക്കൂർ ക്യൂ ഉണ്ടായിരുന്നെങ്കിലും കണ്ട് തൊഴാൻ പറ്റി. നാരങ്ങ വിളക്ക് ഞാൻ കത്തിച്ചില്ല, എങ്കിലും കണ്ടപ്പോൾ നാരങ്ങ വിളക്ക് കത്തിക്കാൻ അപ്പോഴത്തേക്കും നട അടച്ചു. ഏകദേശമൊക്കെ നട അടയ്ക്കുന്ന ആ ഒരു ടൈമിൽ നട അടച്ചു. നമ്മൾ ഇറങ്ങിയ ആ ടൈമിലൊക്കെ നട അടച്ചു. പിന്നെ നാരങ്ങ വിളക്ക് കത്തിക്കാൻ നിന്നില്ല. പിന്നെ ഉള്ള കറിയും കൂട്ടി ഊണ് കഴിച്ചു. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്.